അത് കോപ്പി അടിച്ചു. എന്നിട്ട് കളിയാക്കാൻ തുടങ്ങി. കളിയാക്കി. അപ്പൊ അവൾക്ക് ഒരു പേര് വിളിച്ച്. എന്നിട്ട് അതിങ്ങോട്ട് പുറകെ നടന്ന് പറഞ്ഞോണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ തല വേദന എടുക്കുക. ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് വയ്യ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഹിന്ദി പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഹിന്ദിയിൽ എന്ത് പറഞ്ഞിട്ടാണ് നീ ഇറങ്ങിയത്? ഹിന്ദിയിൽ എന്താ പറഞ്ഞത്? മര്യാദക്ക് നിർത്തിക്കോ എന്നുള്ള ഹിന്ദിയിൽ എന്തെന്ന് പറയാ? ഓയ് മത്കറോ അതാണ് പറഞ്ഞത്. മോനെ ആക്ച്വലി ഏത് ലാംഗ്വേജ് ആണ് കൂടുതൽ ഇഷ്ടം പാടാനായിട്ട്? മലയാളമാണോ, തമിഴാണോ, തെലുങ്കാണോ, ഹിന്ദിയാണോ, ഇംഗ്ലീഷാണോ? എനിക്ക് ഇംഗ്ലീഷ് അത്ര ഇഷ്ടമല്ല. ഇംഗ്ലീഷിലൊക്കെ ചൈനയിലോ? ചൈനയില് ദുബായിലൊക്കെയാണ് കൂടുതൽ ഇംഗ്ലീഷ് സോങ്സ് തന്നെയാണ്. സൗത്ത് ആഫ്രിക്കയിൽ വരാറില്ലേ? അങ്ങനെ വരാറുണ്ട്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല. മലയാളം അറിയാം. മലയാളം പാടാൻ കുറച്ച് ഇഷ്ടമാണ്. പഴയ പാട്ട്, പുതിയ പാട്ട് ഇതൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹിന്ദി പാട്ടും തമിഴും ഇത്രയും അറിയാം. അതിന്റെ ഇടയിൽ വേറൊരു കഥ ഞാൻ കേട്ടായിരുന്നു. മോനോട് ആരോ ചോദിച്ചു, മോനെ ഏതൊരു സ്റ്റാറിന്റെ കൂടെയാണ്, സ്റ്റാറിന് വേണ്ടി പ്ലേ ബാക്ക് ചെയ്യാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോ പേര് പറഞ്ഞു. ആരാ? ഞാൻ ഷാരൂഖ് ഖാൻ സാർ, പിന്നെ മറ്റേ സൽമാൻ ഖാൻ സാർ. ഇതൊക്കെ പറഞ്ഞപ്പോ അവരെന്താ റെസ്പോണ്ട് ചെയ്തത്? അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഇതേ ഉള്ളു അവിടെ. അപ്പൊ നമ്മളെ മലയാള താരങ്ങളൊന്നും വേണ്ടേ ആവിർഭാവിന്? മലയാളക്കാരെ അവിടെ മുംബൈയിൽ എങ്ങനെ? എന്റെ മുഖത്തടിച്ച് ചോദ്യം ഇവിടെ മുംബൈയുടെ കാര്യം പറയുമ്പോ എന്നോട് ആരാ മലയാളത്തിലെ ആൾക്കാരെ വിട്ട് വരാൻ പറഞ്ഞല്ലേ? അതെ, മുംബൈയില് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ ചേട്ടൻ വീഡിയോ കണ്ടത് മുംബൈയുടെ കാര്യം. ആ മുംബൈയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഷാരൂഖ് ഖാൻ സാർ ഓർ സൽമാൻ ഖാൻ സാർ. അതെല്ലാം മുംബൈയിലാണ്. അതല്ല മുംബൈ. ഇപ്പൊ നമ്മൾ അവിടുന്ന് പറന്ന് നേരെ ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ വന്ന്. അപ്പൊ കൊച്ചിയിൽ ഈ ചേട്ടൻ ചോദിക്കുന്നു മലയാളത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണ് പ്ലേ ബാക്ക് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ ആരുടെ പേരാ, ആരെ ഇഷ്ടം? മോഹൻലാൽ സാർ, മമ്മൂട്ടി സാർ. അവരൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ കാണാൻ ആഗ്രഹം. ലാലേട്ടന് വേണ്ടിട്ട് ഒരു പാട്ട് പാടുന്നു. ലാലേട്ടൻ ചിലപ്പോ ഈ പാട്ടൊക്കെ കണ്ടിട്ട് ലാലേട്ടൻ അവസരം തന്നാലോ ലാലേട്ടന് വേണ്ടി പാടാൻ? ലാലേട്ടന്റെ ഏതെങ്കിലും പഴയ പാട്ടുകൾ ഓർമ്മയുണ്ടോ? പഴയ പാട്ടോ പുതിയ പാട്ടോ ഏതെങ്കിലും പാട്ട്? നാളെ കാണാൻ പോവാണ്. അത് ശരി. ഓക്കെ. അപ്പൊ നാളെ കാണാൻ പോവാ. മമ്മൂക്കാനെ കണ്ടിട്ടില്ല. എന്താന്ന് വെച്ചാൽ മമ്മൂക്കാനെ കാണാനില്ല. അപ്പൊ അങ്ങനെ കണ്ടിട്ടില്ല. നാളെ തന്നെ കാണാൻ പോവാ ലാലേട്ടനെ. ലാലേട്ടൻ വിളിച്ചായിരുന്നോ പ്രോഗ്രാം കഴിഞ്ഞിട്ട്? പ്രോഗ്രാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ വിളിച്ചില്ല. നമ്മുടെ മേജർ രവി സാർ പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ സാറിന്റെ ഫ്രണ്ടാണ് ഈ ആടെ മേജർ രവി സാർ വിളിച്ചു പറഞ്ഞു നമുക്ക് ലാലേട്ടൻ നാളെ കാണാൻ പോവാം. അപ്പൊ ലാലേട്ടൻ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പാട്ടായിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ? എന്തെങ്കിലും നമ്മൾ പാട്ടായിട്ട് കൊടുക്കും. ഞാൻ പഠിച്ചിട്ട് പോകും.